വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. കളിതമാശയിലേക്ക് കടക്കും മുമ്പ് ഒരു ദുരന്ത കഥയാണ്. കൊടുങ്കാറ്റ് വന്നാലും ഇളകാതെ നിൽക്കണമെന്ന് മനുഷ്യപുത്രരെ പഠിപ്പിച്ച ഒരു വിഗ്രഹം കോഴി 3 വട്ടം കൂവുന്നതിന് മുൻപ് വിറ കൊണ്ടതാണ് ദുരന്തം. ആളിതാണ്. എന്നെ നയിക്കുന്ന ഒരു ചെറിയൊരു വാക്കുണ്ട്, എവരിത്തിങ് വിൽ പാസ്. എവരിത്തിങ് വിൽ പാസ്. ഇപ്പം നമ്മൾ കാണുന്ന ഈ കൊടുങ്കാറ്റ് അതങ്ങ് പോവും, ഇല്ലേ? കൊടുങ്കാറ്റ് നിശ്ചലമായിട്ട് നമ്മുടെ ചുറ്റിൽ നിന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കത്തില്ലല്ലോ. കൊടുങ്കാറ്റ് ദാറ്റ് വിൽ പാസ്. അപ്പോൾ പക്ഷെ ആ കൊടുങ്കാറ്റ് അടിക്കുമ്പോൾ നമ്മൾ വീഴാതെ ഉറച്ചു നിൽക്കണം. കൊടുങ്കാറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, വീഴാതെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ കൊടുങ്കാറ്റങ്ങ് പൊക്കോളും. സോ എവരിത്തിങ് വിൽ പാസ് എന്ന് പറയുന്ന ഒരു രണ്ട് വേർഡ്സ്. പക്ഷേ ഒരു രാവ് വെളുത്ത് വീണ്ടും ഇരുളുന്നതിന് മുൻപ് കാലിടറി. വിജിലൻസിന്റെ തലപ്പത്ത് നിന്ന് മാറ്റിത്തരണമെന്ന് സർക്കാരിന് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദം മൂലമാണോ തത്ത രാജിവെച്ചത്? ഏത് കൊടുങ്കാറ്റിലും പിടിച്ചു നിൽക്കുമെന്ന് പറഞ്ഞ തത്ത ഇപ്പൊ കൊടുങ്കാറ്റ് പോയിട്ട് മന്ദമാരുതൻ അടിച്ചപ്പോൾ തന്നെ വേണ്ടെന്ന് വെച്ച് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാവാം ആ നീതിമാൻ സ്വന്തം വാക്കുകളെ വിഴുങ്ങിയതും കാറ്റിനോട് മത്സരിക്കാതെ മാറി നിന്നതും? ചോദിച്ചു നോക്കാം, അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കാം. എന്തിനും അദ്ദേഹത്തിന് ഉത്തരമുണ്ടാകും. ഓരോ ദിവസവും ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും അല്ലേ? ഓരോ ദിവസവും ഇന്നലത്തെ സത്യം ഇന്നത്തെ സത്യമല്ല എന്നൊക്കെ ഞാൻ അതിന് മുമ്പും ഒക്കെ അവിടെ തന്നെ പറഞ്ഞതാണ്. വിജിലൻസിന്റെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിത്തരണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് സർക്കാരിനൊരു കത്ത് കൊടുത്തിട്ടേയുള്ളൂ. പ്രതിപക്ഷ നേതാവ് ആഞ്ഞടിച്ചതുപോലെ രാജിവെച്ച് പോയിട്ടൊന്നുമില്ല. കത്ത് വാങ്ങിയ സർക്കാരാണെങ്കിൽ തീരുമാനമെടുത്തിട്ടുമില്ല. ഭരണകക്ഷി അഥവാ CPM ഒരു അഭ്യർത്ഥന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കത്തിൽ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കരുത്, സ്വന്തം കസേരയിൽ ഉറച്ചിരിക്കണം എന്ന്. ഇനി ഒരൊറ്റ കാര്യമേ അറിയാനുള്ളൂ, അദ്ദേഹം തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ അതോ സർക്കാരിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കസേരയിൽ ഉറച്ചിരിക്കുമോ എന്ന്. എവിടെയായാലും ശരി അദ്ദേഹം കുലുങ്ങില്ല, അതുറപ്പാണ്. കുലുങ്ങാതിരിക്കാനുള്ള വിദ്യകൾ അദ്ദേഹത്തിനറിയാം. യോഗയിൽ ചില ടെക്നിക്കുകളുണ്ട് നമുക്ക് നമ്മുടെ മൈൻഡിനെ സ്റ്റിൽ ചെയ്യാനും. അത് അഷ്ടാംഗ യോഗയിലെ നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള അല്ലെ പഠിക്കാവുന്ന കാരണം. അത് ഞാൻ രാവിലെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴും നിങ്ങളെല്ലാവരും കൂടെ കണ്ടപ്പോഴത്തേക്കും ഞാനും എൻ്റെ മൈൻഡിനെ സ്റ്റിൽ ചെയ്യാൻ വേണ്ടി യോഗയിലെ ചില ടെക്നിക്കുകൾ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്തിരുന്നു. അപ്പോൾ അത് യോഗയിലുള്ള ഒരു നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെയാവുമ്പോൾ അദ്ദേഹത്തിന് CPMന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഡയറക്ടർ സ്ഥാനത്ത് തുടരാവുന്നതേയുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ ആ പാർട്ടിയും അദ്ദേഹത്തെ പോലെ തന്നെ യോഗയിലെ ചില ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്യുന്ന പാർട്ടിയാണ്. സേതുബന്ധനാസനം. നമ്മുടെ സഹാവ് ജനറൽ സെക്രട്ടറി പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്. യോഗ കൊണ്ട് മനസ്സിനെ നേരെ നിർത്തി അപേക്ഷ തിരിച്ചു വാങ്ങി കസേരയിൽ ഉറച്ചിരുന്നാലും പ്രതിപക്ഷം ആഞ്ഞടിക്കും കേട്ടോ. അപ്പോഴവർ ചോദിക്കുക സ്വാതന്ത്ര്യം നഷ്ടമായില്ലേ എന്നായിരിക്കും. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്, അല്ലെ റിലേറ്റീവ് ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ ആരെങ്കിലും പൂർണ്ണ സ്വതന്ത്രരാണോ? ആരെങ്കിലും? ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിയാണെന്ന് പറയാൻ പറ്റുമോ? അബ്സല്യൂട്ട് ഫ്രീഡം വളരെ പവർഫുള്ളാണ്. ബട്ട് അബ്സല്യൂട്ട് ഫ്രീഡം എന്ന് പറയുന്നത് ഒരു വളരെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അതാണ് സത്യം. ആത്യന്തിക സ്വാതന്ത്ര്യം എന്നത് ആപേക്ഷികമായൊരു സങ്കല്പമാണ്. അതിനാൽ ഇത്തരം സൈദ്ധാന്തിക പിന്മാറ്റങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്ന സത്യം മനസ്സിലാക്കി UDFകാരുടെ അഴിമതിക്കെതിരെ പോരാട്ടം തുടരണം സാർ. LDFകാരെ പിന്നെ ശരിയാക്കാം. സ്വാതന്ത്ര്യം എന്നത് പോലീസിൽ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും ആപേക്ഷികമായ ഒരു സങ്കല്പമാണ്. CPMനെ പോലെ വലിയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നുമല്ലെങ്കിലും
CPI ലക്ഷണമൊത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിനാൽ അവർ ബിജിമോൾ MLA-ക്കെതിരെ ഒരു നടപടിയെടുത്തു. കാരണം ബിജിമോൾ സ്വാതന്ത്ര്യമെടുത്തതാണ്, അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമെടുത്തത്. പ്രത്യേകിച്ച് കലാകൃതി വാരികയിൽ വന്ന ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നടപടിയെടുക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചാലും അത് പരസ്യപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. ഞങ്ങൾ ഇപ്പോൾ അവർ തന്ന ബിജിമോളോട് സമാധാനം ആവശ്യപ്പെട്ടിരുന്നു. ബിജിമോൾ ആവർത്തിച്ച് സമാധാനം തന്നു. പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അതെല്ലാം പരിശോധിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ ശുപാർശ സംസ്ഥാന കൗൺസിലിന് മുമ്പാകെ വെച്ചു. ബിജിമോൾ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ മെമ്പറാണ്. അതുകൊണ്ട് നടപടി സംസ്ഥാന കൗൺസിൽ അംഗീകരിക്കണം. ബിജിമോളെ സംസ്ഥാന കൗൺസിൽ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ ഇന്ന് ഇവിടെ ഒഴിവാക്കാൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനല്ല, സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കാൻ ഇന്ന് കൂടിയ കൗൺസിൽ ഐക്യകണ്ഠ്യേന അത് അംഗീകരിച്ചു. അല്ല, അവരിപ്പോൾ ഇടുക്കി ജില്ലാ കൗൺസിൽ മെമ്പറാണ്, ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറാണ്, പല ചുമതലകൾ വഹിക്കുന്നുണ്ട്. പക്ഷേ ജില്ലാ എക്സിക്യൂട്ടീവ്, ജില്ലാ കൗൺസിലുണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ഈ ഘടകങ്ങളെല്ലാം പ്രവർത്തിക്കുന്നു. അതെ. അപ്പോൾ സംസ്ഥാന കൗൺസിൽ നിന്ന് ഒഴിവാക്കാൻ താൻ മന്ത്രിയാവാതെ പോയത് പാർട്ടിയിൽ തനിക്ക് ഗോഡ് ഫാദർമാരില്ലാത്തത് കൊണ്ടാണ് എന്നൊരു കൊച്ചുവർത്തമാനം പറഞ്ഞതിനാണ് ഇത്രയും വലിയൊരു MLA-ക്കെതിരെ പാർട്ടി നടപടിയെടുത്തത് കേട്ടോ. അത് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒത്തിരി അർത്ഥങ്ങളില്ലേ, അത് മനസ്സിലായില്ലേ? അവർക്ക് മന്ത്രിയാകാൻ പറ്റത് ഗോഡ് ഫാദർ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ മന്ത്രിയായ 4 പാവപ്പെട്ട ആളുകൾക്ക് ഗോഡ് ഫാദർ ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ പല വ്യാഖ്യാനങ്ങൾക്കും ഇവിടെ തന്നെ അല്ല, അവർ ഞങ്ങൾക്ക് തന്ന വിശദീകരണത്തിൽ അങ്ങനെ ഞാൻ പറഞ്ഞത് വളച്ചൊടിച്ചതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ജനങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഇത് ഒരു കാര്യത്തെക്കുറിച്ച് ജനങ്ങൾ തിരിച്ചാൽ നിങ്ങൾ വളച്ചൊടിച്ചില്ലെങ്കിലും അത് കേട്ട് കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാകണ്ടേ? അല്ലെങ്കിൽ ആ ലേഖകൻ ഒരു വക്കീലിനോട്സെങ്കിലും ആയിക്കട്ടെ. അങ്ങനെ പറഞ്ഞുപോയി എന്നത് ശരിയാണ്. അതിന് ബിജിമോൾ ജില്ലാ കമ്മിറ്റിയിൽ മാപ്പ് പറയുകയും ചെയ്തില്ലേ? മാപ്പ് പറയുക എന്നാൽ ചെയ്ത തെറ്റ് ഉൾക്കൊണ്ടു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, മാപ്പ് പറഞ്ഞാലും തെറ്റ് ഉൾക്കൊള്ളുക എന്നാണ് അർത്ഥം. പക്ഷേ അത് പോരാ എന്ന് തോന്നിയതുകൊണ്ടാണല്ലോ നടപടിയെടുത്തത്. എല്ലാത്തിൻ്റെയും തുടക്കം ബിജിമോൾക്ക് നേരെ സ്വന്തം പാർട്ടിക്കാരിൽ നിന്ന് വധഭീഷണി ഉണ്ടായതാണ്. അക്കാര്യമാണ് ബിജിമോൾ അഭിമുഖത്തിൽ കാര്യമായും പറഞ്ഞിരുന്നത്. വധഭീഷണിക്കാർക്കെതിരെ പക്ഷേ പാർട്ടിയിൽ നിന്ന് നടപടിയൊന്നും ഉണ്ടായില്ല. അവരങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽ അവർ സമയാസമയങ്ങളിൽ പെടുത്തുകയോ പാർട്ടി ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിപ്പോൾ മറുപടി പറയേണ്ട കാര്യമില്ല. രക്ഷിക്കാൻ ഗോഡ് ഫാദർമാരൊന്നുമില്ല എന്ന് ഉറപ്പായതുകൊണ്ടായിരിക്കാം ബിജിമോൾ നേരെ നിയമസഭയിലെത്തി തോക്കിൻ്റെ ലൈസൻസ് പുതുക്കി വാങ്ങാൻ ശ്രമിക്കുന്നത്. സാർ, ആളുകളുടെ വിളകൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് തോക്കിൻ്റെ ലൈസൻസ് ആളുകൾക്ക് കൊടുത്തിട്ടുള്ളത്. എന്നാൽ വനം വകുപ്പുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് ആപ്ലിക്കേഷൻസ് ഇതിനോടകം പെൻഡിംഗ് ആണ്. ഞാൻ മനസ്സിലാക്കുന്നത് വനം വകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഈ തോക്ക് ലൈസൻസുമായി ബന്ധപ്പെട്ട് പുതുക്കി കൊടുക്കുന്നതിന് വേണ്ടി അനാവശ്യമായ കാലതാമസം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് ആരംഭിച്ച യുദ്ധം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷവും ഇവരുടെ ഇടയിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. സമയബന്ധിതമായി ആളുകളുടെ തോക്ക് ലൈസൻസ് പുതുക്കി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിന് അങ്ങ് ഇടപെടുമോ? ഇത് അവരുടെ വിളകൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള ലൈസൻസാണ്, കാലാകാലങ്ങളിൽ അവരുടെ കയ്യിൽ ഇരിക്കുന്ന ലൈസൻസാണ്. ഈ ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇത് പുതുക്കി കൊടുക്കുന്നതിന് അനാവശ്യമായ കാലതാമസം ഉണ്ടാക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങ് ഇടപെടണം എന്ന് അഭ്യർത്ഥിക്കുന്നു. തോക്കുകളുടെ ലൈസൻസ് പുതുക്കി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്. അതനുസരിച്ച് മാത്രം ആയിരിക്കും ലൈസൻസുകൾ പുതുക്കി കൊടുക്കേണ്ടത്. അങ്ങനെ നിയമാനുസൃതമുള്ള അപേക്ഷകൾ പെൻഡിംഗ് ഉണ്ടെങ്കിൽ അത് അടിയന്തരമായി നൽകുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഉദ്യോഗസ്ഥന്മാരുടെ പ്രശ്നങ്ങൾ കൊണ്ട്
ടോക്കൺ ലൈസൻസ് കൊടുക്കുന്നില്ല എന്നുള്ള അങ്ങയുടെ ആരോപണം അത് ശരിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയുള്ള പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല. ഈ മറുപടി കൊടുത്ത മന്ത്രിയും CPI-കാരനാണ് എന്നത് ഓർക്കണേ. എന്ത് വന്നാലും CPI-യിൽ ആരും ബിജിമോളെ രക്ഷിക്കാൻ എത്തില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നിട്ട് സഭയിൽ കാണാം. സഭയിൽ കടന്നാൽ ആദ്യം ചോദ്യോത്തരവേളയാണല്ലോ. അതൊരു വല്ലാത്ത വേള തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ചോദ്യം ഉന്നയിക്കുന്നത് മണ്ണാർക്കാട് MLA ഷംസുദ്ദീനാണ്. ശ്രീ എൻ ഷംസുദ്ദീൻ. പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഈ ജനനി ജന്മരക്ഷാ പദ്ധതി. സാർ, ഇത് വളരെ ഭാവനാസമ്പന്നമായി കൊണ്ടുവന്നെങ്കിലും ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം മൂലം ഇപ്പം അത് വേണ്ട വിധം നടക്കുന്നില്ല സാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിൽ അങ്ങ് പറഞ്ഞു ഗർഭാവസ്ഥയുടെ 3 മാസം തൊട്ട് കുട്ടിക്ക് 6 മാസം പ്രായമാകുന്നത് വരെയുള്ള 18 മാസമാണ് 1000 രൂപ പ്രകാരം ഈ പണം കൊടുക്കുന്നത്. സാർ, ഇതിന് പോരായ്മകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് പുനഃസംവിധാനം ചെയ്തുകൂടെ? വേറൊരു സംഗതി ഉള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുണ്ടെന്ന് അങ്ങ് തന്നെ ഇവിടെ ഒരു മറുപടി നൽകിയിട്ടുണ്ട്. 5/10/2016 അങ്ങ് തന്നെ നൽകിയ മറുപടിയിൽ, സമയപരിമിതി മൂലം ഞാനത് വായിക്കുന്നില്ല, ഇതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് തുടരാതിരിക്കാൻ, അത് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. സാർ, ഇത് ഒരു രൂപത്തിലും ഈ ആദിവാസി മേഖലയിലെ കുട്ടികളുടെ ഇൻഫന്റ് ഡെത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ആരോഗ്യവകുപ്പ് വളരെ ഫലപ്രദമായിട്ടാണ് ഇപ്പോൾ ഇടപെടുന്നത്. അപ്പോൾ അതൊരു ആശങ്കയുള്ള ചിത്രമല്ല. നേരത്തെ ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞ പ്രകാരം 4 മരണപ്പെട്ടിട്ടുണ്ട്. അത് പോഷകാഹാരത്തിൻ്റെ കുറവ് കൊണ്ട് മരണപ്പെട്ടതേ അല്ല. ഒന്ന് അബോർഷനാണ്. അബോർഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാലഘട്ടത്തിലാണ് പ്രഗ്നൻ്റ് ആയത്, ഇപ്പോഴാണ് ഡെലിവറി ആയത്. അതിന് ഞാൻ ഉത്തരവാദിയല്ല. 2 വാൾവിന്റെ തകരാറാണ്. അതും ഗർഭിണിയായത് നിങ്ങളുടെ കാലഘട്ടത്തിലാണ്, ഇപ്പോഴാണ് പ്രസവിച്ചത്. എന്താണ് പ്രശ്നമില്ല. അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല. അദ്ദേഹത്തിന് ഒരു എന്താണ് സാർ, ഇത് ഞാൻ സാർ അബോർഷൻ ഡെത്താണെന്നല്ലേ പറഞ്ഞുള്ളൂ. സാർ, സാർ, 4 മരണമുണ്ടായി എന്ന് പറഞ്ഞത് കറക്റ്റാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് പോഷകാഹാരത്തിന്റെ കുറവല്ല. 4 മാസം കൊണ്ട് പ്രഗ്നന്റായി ഡെലിവറി ആകില്ലല്ലോ. ഇതാണ് സാംസ്കാരിക വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മന്ത്രി AK ബാലൻ. EP ജയരാജനെ മന്ത്രിസഭയിൽ നിന്ന് പിന്നോട്ടേക്ക് വലിച്ചതിന് ശേഷം സഭയിൽ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തിരിക്കുന്നത്, അതായത് സാങ്കേതികമായി പറഞ്ഞാൽ മന്ത്രിസഭയിലെ 2ാമൻ AK ബാലനാണ്. 2ാമനാവാനുള്ള യോഗ്യത അദ്ദേഹം ഈ ഒരൊറ്റ ഉത്തരം കൊണ്ട് തെളിയിച്ചില്ലേ? ചോദ്യോത്തരവേള കഴിഞ്ഞാൽ ഒരു അടിയന്തര പ്രമേയമുണ്ടാകും. കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചാണ് അടിയന്തര പ്രമേയം. അതിന് നോട്ടീസ് കൊടുത്തത് KC ജോസഫ്. ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്നതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് വിശദീകരണം നൽകുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത് എന്ന മട്ടിലുള്ള ഒരു പ്രചരണം വലിയ തോതിൽ നടക്കുന്നുണ്ട്. സർ, നമ്മുടെ സംസ്ഥാനത്തെ ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ 5 വർഷക്കാലത്തെ സ്ഥിതിഗതികൾ 2016 ഫെബ്രുവരി 24-ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ നൽകിയ മറുപടിയിൽ വിവരിക്കുന്നുണ്ട്. സർ, അതുപ്രകാരം നമ്മുടെ 14 ജില്ലകളിൽ ഈ കൊലപാതകങ്ങളുടെ എണ്ണമെടുത്താൽ 6ാമത്തെ സ്ഥാനമാണ് കണ്ണൂരിനുള്ളത്. 1-ാമത്തത് തിരുവനന്തപുരം, 2 കൊല്ലം, 3 എറണാകുളം, 4 തൃശ്ശൂർ, 5 പാലക്കാട്, 6 കണ്ണൂർ, ഇങ്ങനെ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ മുന്നിൽ നിൽക്കുന്ന 5 ജില്ലകളിലെയും കൊലപാതകങ്ങൾ അവസാനിപ്പിച്ചതിന് ശേഷം കണ്ണൂർ ജില്ലയിലെ സമാധാന കാര്യം ചർച്ച ചെയ്താൽ മതി എന്നാണ് പൊളിമിക്സിന്റെ അഭിപ്രായം.
അല്ലെങ്കിലും കണ്ണൂർ ജില്ലയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ കണ്ണൂരുകാരല്ലല്ലോ. വാളാങ്കിച്ചാൽ എന്ന സ്ഥലത്ത് CPIMന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായ മോഹനൻ ഒരു കേസിലും പ്രതിയായ ആളല്ല. അയാളുടെ തൊഴില് കള്ളുഷാപ്പിലാണ്. സർ, ഈ സംഭവത്തിൽ ഒരു കൂട്ടർ കൊടുത്ത വാർത്തയാണ്. മോഹനൻ കൊല ചെയ്യപ്പെട്ടു, കള്ളുഷാപ്പിലാണ് സംഭവം. സർ, അത് കാണുമ്പോൾ എന്താ തോന്നുക? കള്ളുഷാപ്പിൽ വെച്ച് എന്തോ ഒരു സംഘടന ഉണ്ടായി, ആ സംഘടനത്തിൽ ഈ ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടു എന്നാണ്. ഒരു വാർത്തയുടെ ഒരു രീതിയാണ് ഞാൻ ഈ കൂട്ടത്തിൽ പറയുന്നത്. സർ, ഈ സംഭവം നടന്നത് ഒരു വയനാട് സ്വദേശിയുടെ നേതൃത്വത്തിലാണെന്നാണ് അറിയുന്നത്. വയനാട് സ്വദേശിയായ ഒരാൾ കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് തമ്പടിച്ചിട്ടുള്ളതായി അറിയാം. 2 തവണ അവിടെ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതായും അറിയാം. കഴിഞ്ഞ തവണ അയാൾക്ക് RSSന്റെ വോട്ട് കിട്ടിയതായും അറിയാം. അതിലപ്പുറം ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ കാണാം സഭയുടെ തനിനിറം. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രമേയം സഭയിൽ ചർച്ചയ്ക്കെടുക്കേണ്ടതില്ല എന്ന് സ്പീക്കർ തീർപ്പ് കൽപ്പിച്ചു. അപ്പോൾ KC ജോസഫ് അതിൻ്റെ അവസ്ഥകൾ വിശദീകരിക്കാൻ തുടങ്ങി. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ചുമതലയേറ്റ ശേഷം കണ്ണൂർ ജില്ലയിൽ നടന്ന 7 രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അങ്ങയുടെ കണക്ക് ശരിയല്ല, ഫാറൂഖിൻ്റെ കൂടാതെ 7 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഫാറൂഖ് 8 പേരായി. സാർ, ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ മൂലം കണ്ണൂർ ജില്ലയിലുണ്ടായ സംഘർഷങ്ങൾ. നിങ്ങളിരിക്കും, അദ്ദേഹം സംസാരിക്കട്ടെ. പ്ലീസ് ശ്രീ മുരളീധരൻ അങ്ങിരിക്കും. അവര് നിശബ്ദമായിരിക്കും. നിങ്ങളിരിക്കും. ഇല്ലല്ലോ, ഇപ്പൊ ഇല്ലല്ലോ. പ്ലീസ് ശ്രീ സതീശൻ അദ്ദേഹം സംസാരിക്കട്ടെ. ശ്രീ KC എന്ന് സംസാരിക്കും. ഇല്ല, അവരാരും കൊണ്ടുന്നില്ല. ശ്രീ രാജേന്ദ്രൻ, എന്തിനാണത്? പ്ലീസ് കഴിഞ്ഞ 4 മാസക്കാലത്തിനുള്ളിൽ 7 രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അതുമൂലം കണ്ണൂരിലുണ്ടായിട്ടുള്ള ഗുരുതരമായ സംഘർഷാത്മകമായ സാഹചര്യങ്ങൾ, ഒരു സമാധാന ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്ത ഗവൺമെന്റ് സമീപനം. സാർ, അത് ഈ ചർച്ച ചെയ്യണം സാർ. ഇത്തവണ പരമ്പര തുടങ്ങിയത് പയ്യന്നൂരിനടുത്ത് വെച്ചാണല്ലോ. അവിടെയാണ് കൊടിയേരി സഖാവ് വരമ്പത്ത് കൂലി കൊടുക്കുന്ന കാര്യം പ്രസംഗിച്ചത്. സാർ, ഇവിടെ ജൂലൈ 11-ാം തീയതി മുഖ്യമന്ത്രി പറഞ്ഞു, രാമന്തളി കുന്നരുവിൽ CPM പ്രവർത്തകനായ ധൻരാജ് കൊല ചെയ്യപ്പെട്ടു. 48 മണിക്കൂർ തികയുന്നതിന് മുമ്പ് അന്നൂരിൽ BMS നേതാവായ CK രാമേന്ദ്രൻ കൊല ചെയ്യപ്പെട്ടു. സാർ, കഴിഞ്ഞ ദിവസം ദൃശ്യമാധ്യമങ്ങളിൽ ഈ രാമേന്ദ്രന്റെയും ധൻരാജിന്റെയും കുടുംബാംഗങ്ങളുടെ ഇന്റർവ്യൂ കാണാനിടയായി. സാർ, ധൻരാജിന്റെ വിധവ യുവതിയായ സജിനിയുടെയും രാമേന്ദ്രന്റെ വിധവ രജനിയുടെ അഭിമുഖം കണ്ടു. സാർ, അവരുടെ കണ്ണുനീർ ആര് ഉത്തരം പറയൂ? സാർ, ഈ സഭയിലെ സഹോദരിമാർ അറിയണം. എന്താണ് സാർ ഇത്? നിശബ്ദരായിരിക്കും. എന്താണ് സാർ ഇത്? ഒരു വാക്ക് പറയണ്ടേ? അങ്ങ് സംസാരിക്കും. ഈ സഭയിലെ ചെയർ അവർക്ക് ആർക്കും മൈക്ക് കൊടുക്കുന്നില്ല. ചെയർ അവരെ അനുവദിക്കുന്നില്ല. ഈ ശൈലി ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ ശൈലി ഉണ്ടാവരുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ചെയർ ഉച്ചവാശി കൊടുത്തിട്ടില്ല. ദയവായിട്ട് അദ്ദേഹം തുടരട്ടെ. പ്രതിപക്ഷത്ത് നിന്ന് ആര് സംസാരിക്കാൻ എഴുന്നേറ്റാലും വാക്കിന് ടിപ്പണി പറയുന്ന ഒരു കന്നി സഖാവ് ഭരണപക്ഷത്തുണ്ട്. ബഹളം വെക്കലാണ് നിയമസഭാ പ്രവർത്തനം എന്ന് ധരിച്ചു വെച്ചിട്ടുള്ള കുറച്ച് സഖാക്കൾ കൂട്ടിനുമുണ്ട്. അവരാണ് നിയമസഭാ പ്രവർത്തനത്തിൽ നല്ല അവഗാഹമുള്ള K. മുരളീധരനെ പോലും ചൊടിപ്പിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ
ഈ ഭാഗത്തു നിന്ന് ആരും ഒരു ശബ്ദം ഉണ്ടാക്കില്ല. മുഖ്യമന്ത്രി പറയാനില്ലാത്തതുകൊണ്ടൊന്നുമല്ല, പറയാൻ ധാരാളം. അത് ഞങ്ങൾ പറഞ്ഞോളാം. സാർ ഈ കെ സി ജോസഫ് 34 വർഷമായി നിയമസഭയിലുള്ള ഒരു സീനിയർ അംഗമാണ്. ഷംസീർ വന്നിട്ട് 10 ദിവസം ആയിട്ടുള്ളൂ. അതാണ് പ്രശ്നം. സാർ, ഇവിടെ റണ്ണിങ് കമന്ററികൾ നടത്തുന്നത് ശരിയല്ല. അങ്ങ് ഇന്ന് ഇവരെ പറ്റി പറഞ്ഞു, ഇവിടുന്ന് ആരെങ്കിലും റണ്ണിങ് കമന്ററി പറഞ്ഞോ? പറഞ്ഞവരെ പറ്റിയാണ് അങ്ങ് പറയേണ്ടത്. ബഹുമാനപ്പെട്ട ആ ശൈലി രണ്ട് ഭാഗത്തുമുണ്ടെന്നുള്ളത് നിർഭാഗ്യകരമാണ്. ഇന്നുണ്ടായിട്ടില്ല ശരിയാണ്. പക്ഷെ പലപ്പോഴും സംസാരിക്കുമ്പോൾ കമന്റ് പറയുന്ന രീതി പുതിയ അംഗങ്ങൾ തുടരുന്നുണ്ട്. പുതിയ അംഗങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ അംഗങ്ങൾ ഈ കമന്റ് പറയുന്ന രീതി പലപ്പോഴും തുടരുന്നുണ്ട്. രണ്ട് ഭാഗത്തും ശരിയല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സാർ, ഇന്ന് പ്രതിപക്ഷത്ത് നിന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇന്നുണ്ടായിട്ടില്ല. രണ്ട് ഭാഗം ഇന്നുണ്ടായിട്ടില്ല. അന്നെന്തിനാ രണ്ട് ഭാഗം പറയുന്നത്? ഇന്ന് പറഞ്ഞവരെ പിന്നെ അങ്ങ് പറയാം ആദ്യം. ഇന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് അത് ശരിയല്ല. അങ്ങ് അവരെ നിയന്ത്രിക്കണം. സർ, കഴിഞ്ഞ നിയമസഭയിലുണ്ടായ വളരെ നിർഭാഗ്യകരമായ ഒരു സ്ഥിതിയിലേക്ക് പോകരുത് എന്നുള്ള നിലയിൽ പ്രതിപക്ഷം വളരെ റിസ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്പീക്കർ വിളിച്ച യോഗത്തിൽ തന്നെ ഞങ്ങൾ ഇത് പറഞ്ഞതാണല്ലോ. ഞങ്ങൾ വളരെയധികം സഹകരിക്കാൻ തയ്യാറാണ്. എപ്പോഴെപ്പോഴും വെല്ലിലിറങ്ങുന്ന പരിപാടികൾക്കൊന്നും പാടില്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചെയ്യുന്നില്ല. പക്ഷേ അല്പം ഡിസിപ്ലിൻ പാലിക്കണ്ടേ? കഴിഞ്ഞ സർ, ആർക്കും അഭിപ്രായമല്ലാത്ത കുറേ സംഭവങ്ങൾ കഴിഞ്ഞ സഭയിലുണ്ടായത് അങ്ങേക്ക് അറിയുന്നതാണല്ലോ. ആ നിലയിലേക്ക് പോയ എന്താ സ്ഥിതി? ഈ ഇരിക്കുന്ന ആൾ ഓരോ സർ ഇങ്ങോട്ട് ചാടിയിറങ്ങാൻ എപ്പോഴും ആ സ്ഥിതി ഉണ്ടാക്കുന്ന ഗവൺമെന്റ് നല്ലതല്ല, പ്രതിപക്ഷത്തും നല്ലതല്ല. അതൊരു നിലവാരത്തിൽ കൊണ്ടുപോകാൻ എല്ലാവരും സഹകരിക്കണ്ടേ? ഇപ്പം സർ, കെ സി ജോസഫ് പറയുമ്പോൾ ഒരല്പം ഡിസിപ്ലിൻ പാലിച്ചാൽ എന്താ കുഴപ്പം? പിന്നെ വരുമ്പോൾ ഇവിടെ വന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ അനാവശ്യമൊക്കെ എല്ലാവരും പറയും. ആ സ്ഥിതിയിലേക്ക് നിയമസഭ നിലവാരം കുറക്കുന്ന സ്ഥിതിയിലേക്ക് എന്തിനാ പോകുന്നത്? സ്പീക്കർ കാര്യം ശ്രദ്ധിക്കണം. അത് എല്ലാവർക്കും പറഞ്ഞു. പുതിയ മെമ്പർമാരാണ്, അവർക്കും ഇതിനുവേണ്ടി വല്ല ഓറിയന്റേഷൻ ക്ലാസ്സോ വേറെന്താ വെച്ചാൽ എടുത്ത് ക്ലിയർ ആക്കണം. അനാവശ്യമായി ശബ്ദമുണ്ടാക്കുന്ന ആർക്കും ചെയർ ഉച്ചഭാഷ അനുവദിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും സഭയിൽ രണ്ടഭിപ്രായങ്ങൾ ഉയർന്നു വരും. അത് സഭാ മര്യാദയും നടപടിക്രമങ്ങളും പാലിച്ച് നിശബ്ദരായിരുന്ന് കേൾക്കുന്നതാണ് മര്യാദ എന്ന് ചെയർ വീണ്ടും റൂൾ ചെയ്യുന്നു. പ്രതിപക്ഷ ഉപനേതാവിൻ്റെ ഉപദേശം അസ്ഥാനത്തല്ല, അപ്രസക്തവുമല്ല. പക്ഷേ ഇതൊന്നും പരിശീലനത്തിൻ്റെ കുറവ് കൊണ്ടാണ് എന്ന് പൊളിമിക്സിന് തോന്നുന്നില്ല. ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ തുടക്കത്തിലേ കൊടുത്തതാണ്. നിയമനിർമ്മാണ സഭയുടെ പ്രാഥമിക ദൗത്യമായ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഇനിയും പരിരക്ഷ ആവശ്യമുള്ള വിവിധ മേഖലകളിലേക്ക് നിയമനിർമ്മാണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുക എന്നുള്ള ദൗത്യം നിർവഹിക്കുന്ന രീതിയിൽ ഈ സഭയെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിൽ നിയമസഭാ സാമാജികരുടെ പങ്ക് വളരെ പ്രധാനമാണ്. സംവാദ സംസ്കാരത്തിന്റെയും സ്വന്തം നിലപാടുകൾ ശക്തമായി ഉന്നയിക്കാനുള്ള സംവാദ രീതികളുടെയും രീതി സഭയെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് സ്പീക്കർ കാര്യങ്ങളിലേക്ക് കടന്നത്. അതിനാൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. ഒന്നോർത്താൽ കുറ്റപ്പെടുത്തേണ്ടത് ജനങ്ങളെയാണ്. സ്വന്തം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവരാണ് എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വ്യാഖ്യാനങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.